ടെറസ് കൃഷിയിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ആളുകൾ കരിയിലയാണ്. അപ്പോൾ കരിയില നമ്മൾ ഫില്ല് ചെയ്ത് ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും കമ്പോസ്റ്റായി കഴിഞ്ഞ് കാണും. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രോ ബാഗിനകത്തു നിന്നുള്ള മണ്ണ് വീണ്ടും നമ്മൾ മാറ്റിയതിന് ശേഷം കരിയില വീണ്ടും പരമാവധി നിറച്ച് വീണ്ടും മണ്ണ് ചേർക്കാറാണ്. അപ്പോൾ നമ്മൾ ടെറസൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടുന്ന പായലിൻ്റെ പൂപ്പായലിൻ്റെ ഒക്കെ പൊടിയൊക്കെ ഈ സമ്മർ സീസണിൽ നമുക്ക് ധാരാളമായിട്ട് കിട്ടും. ടെറസ് കൂട്ടി വരുമ്പോൾ അതും ഈ മണ്ണിനോടൊപ്പം ചേർക്കാറുണ്ട്. അപ്പോൾ HDPയുടെ ഗ്രോ ബാഗാണ് ഈ കാണുന്നത്. ഇതിനകത്ത് മാക്സിമം കരിയില നമ്മൾ നിറച്ച് വീണ്ടും ഇതിനകത്തുള്ള പഴയ മണ്ണിനോടൊപ്പം ചാണകപ്പൊടിയും ഈ പറഞ്ഞ ടെറസ് തൂത്തുവാരിയ മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വീണ്ടും നിറയ്ക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത കൃഷി വീണ്ടും 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 ചെയ്യാതെ ഞാൻ ഇതിനകത്ത് ഇഞ്ചി ചെയ്തു, പിന്നീട് 2-3 തവണ ചീര ചെയ്തു. ഇനിയിപ്പം മഞ്ഞളോ കസ്തൂരി മഞ്ഞളോ കരിമഞ്ഞളോ അങ്ങനെ ഏതെങ്കിലും ആളുകളായിരിക്കും ഇനി നമ്മൾ ഇതിനകത്ത് നടാൻ പോകുന്നത്.